എൻ്റെ പേര് ഹരികിരൺ. ഞാൻ ബ്രില്യൻറ്റിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് 2ാം വർഷം പഠിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബ്രില്യൻറ്റ് തിരഞ്ഞെടുത്തേക്കുന്നത് ആക്ച്വലി അത് കറക്റ്റ് പാത്ത് തന്നെയാണ്. അതിനിപ്പം പറയുകയാണെങ്കിൽ എനിക്കൊരു എക്സ്പീരിയൻസ് പറയാനുണ്ട്. ഇപ്പം ഞാൻ 7ാം ക്ലാസ് തൊട്ട് ഫൗണ്ടേഷൻ ഉള്ളതായിരുന്നു. അപ്പം തൊട്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്തൊരു പരിചയം ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഒരു +2 വരെയുള്ള നീണ്ട കാലഘട്ടത്തിന് ശേഷം ഞാൻ നീറ്റ് എഴുതുമ്പം എക്സാം ഹാളിൽ കയറി, അതായത് ബ്രില്യൻറ്റിൻ്റെ മോഡൽസും മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡായിട്ട് ചെയ്യുമായിരുന്നു. അപ്പം ഇപ്പോൾ തെറ്റുന്നതാണെങ്കിൽ അത് പിന്നെയും ചെയ്തു. അപ്പം ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് എക്സാം ഹാളിൽ ഞാൻ കയറിയിരുന്നപ്പം ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ സർപ്രൈസ് പോലെയായിരുന്നു. അതായത് എല്ലാം കണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആയിരുന്നു മിക്ക ക്വസ്റ്റ്യൻസും. അപ്പോൾ അത് കാരണം നമുക്ക് അറിയാവുന്ന ഒത്തിരി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ള കാരണം തന്നെ ആദ്യം തന്നെ ഒത്തിരി ടൈം കൺസർവ് ചെയ്യാൻ പറ്റി. നിങ്ങളിപ്പം മോഡൽ എഴുതുമ്പം പല ഗ്രേഡിലായിരിക്കും. ഇപ്പം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം അത് ചെയ്യുമ്പോൾ നല്ല മാർക്ക് കിട്ടും. പക്ഷേ ചില കട്ടിയുള്ള മോഡൽ എക്സാംസ് ഒക്കെ വരുമ്പം ഇപ്പോൾ ഇത്തിരി മാർക്ക് 1-2 മാർക്ക് അല്ലെങ്കിൽ കുറച്ച് മാർക്ക് കുറയുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേര് തളരരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് ആ ഒരു മോഡലിൽ നിങ്ങൾക്ക് ഒരു നല്ല സ്കോർ, ഇപ്പോൾ ഒരു 550 അബവ് ആ ഒരു റേഞ്ചിലേക്ക് കിട്ടുവാണെങ്കിൽ എന്തായാലും നീറ്റ് ഇത്രയും ഇതിനേക്കാളും എളുപ്പമായിരിക്കും എന്തായാലും. അപ്പം നിങ്ങൾ അതിന് ഇച്ചിരി മാർക്ക് പോയാൽ ഇച്ചിരി കട്ട് ചെയ്യാമെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നീറ്റ് എന്തായാലും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പക്ഷേ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളതിന് മാക്സിമം പറ്റുന്ന എഫേർട്ട് ഇടണം. അതായത് ബ്രില്യൻറ്റിൻ്റെ ആ മെറ്റീരിയൽസ് അതേ നന്നായിട്ട് രീതി തന്നെ പഠിക്കുക. തെറ്റിയ ക്വസ്റ്റ്യൻസ് പിന്നെ നോക്കുക. അതുപോലെ തന്നെ ടൈം ടേബിൾ വെച്ച് പഠിക്കുക. ഇനിയിപ്പം നീറ്റിനുള്ള ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുക. ഈ ടോപ്പിക്സ് പാടുള്ളത് കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് എളുപ്പമുള്ളത് കുറഞ്ഞ സമയം, അങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുക. അങ്ങനെ നിങ്ങളുടേതായ രീതിയിൽ മാക്സിമം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലും ഇച്ചിരി കട്ടിയുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ടൈം കിട്ടി അങ്ങനെ നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ബ്രില്യൻറ്റ് തരുന്ന മെറ്റീരിയലും അതുപോലെ ബ്രില്യൻറ്റിലെ ഫാക്കൽറ്റി മെമ്പേഴ്സ് പഠിപ്പിക്കുന്നതും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതേ വരത്തുള്ളൂ, അതേ വന്നിട്ടുള്ളൂ. അപ്പം നിങ്ങൾ എന്തായാലും ശരിയായ ഒരു പാത്ത് തന്നെയാണ് തിരഞ്ഞെടുത്തേക്കുന്നത്. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.